കാവ് സംസ്കൃതിയുടെ ശേഷിക്കുന്ന അടയാളമാണ് എറണാകുളം പെരുമ്പാവൂരിലെ ഇരിങ്ങോൾ കാവ്. നൂറുകണക്കിന് ഔഷധ സസ്യങ്ങളും വൻമരങ്ങളും തിങ്ങി നിറഞ്ഞ ഇരിങ്ങോൾ കാവിൽ സന്ദർശകർ അങ്ങോട്ടേക്ക് എത്തുന്നത് വിശ്വാസത്തിനൊപ്പം പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി കൂടിയാണ്. അന്യം നിന്നു പോകുന്ന കാവ് സംസ്കാരത്തിന്റെ ശേഷിക്കുന്ന പ്രതീകം ഇരിങ്ങോൾ കാവ്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് ഒരൽപ്പം മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഇടം. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ക്ഷേത്രത്തിന്. കുടിയിരിക്കുന്ന ദേവി സ്വയംഭൂ എന്ന് വിശ്വാസം. വിശ്വാസത്തിനപ്പുറം ഒരു നാടിന്റെ ഒന്നാകെ ജീവിതത്തിനും സംസ്കാരത്തിനും തണലേക്കുകയാണ് ഇരിങ്ങോൾ കാവ്. ഇത് ശരിക്കും പറഞ്ഞ് 3000 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് അതിന്റെ കൃത്യമായിട്ടുള്ളൊരു ഇതില്ല. ഇവിടുത്തെ ഒരുപാട് പ്രത്യേക ക്ഷേത്രം സ്വയംഭൂവാണ്. ദേവി ഇവിടെ സ്വയംഭൂവായിട്ട് ശ്രീകൃഷ്ണാവതാര കഥയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിന്റെ ഐതിഹ്യം എന്നാണ് പറയപ്പെടുന്നത്. കൃഷ്ണാവതാര കാലഘട്ടത്തിൽ കംസൻ ദേവികയുടെ 8ാമത്തെ പുത്രനായിട്ട് ജനിക്കുന്ന ശ്രീകൃഷ്ണനെ കൊല്ലാൻ വേണ്ടി വരുന്ന ഒരു സമയത്ത് അവിടെ പെൺകുഞ്ഞിനെ കൊണ്ടുകൊടുത്തുകയും പെൺകുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി കംസൻ ആകാശത്തേക്ക് ഉയർത്തുന്ന ഒരു സമയത്ത് ആ പെൺകുഞ്ഞ് ആകാശത്ത് നിലകൊണ്ട ഒരു ശക്തി ഇവിടെ നിലകൊണ്ടു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇരുന്നവൾ പറഞ്ഞ് ഇരിങ്ങോളായതാണെന്നാണ് പറയപ്പെടുന്നത്. നൂറുകണക്കിന് മരങ്ങളും ഔഷധ സസ്യങ്ങളും ഇതിനു പുറമെ ആയിരക്കണക്കിന് സൂക്ഷ്മജീവികൾ. ഏക്കർ കണക്കിന് വിസ്തൃതമായി കിടക്കുന്ന കാവിൽ തനതായ ആവാസ വ്യവസ്ഥ തന്നെ രൂപമെടുത്തിരിക്കുന്നു. KFRIയുടെ നേതൃത്വത്തിൽ ഇരിങ്ങോൾ കാവിലെ സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും തരം തിരിച്ചിട്ടുണ്ട്. ഇവിടെ ദേവി മാത്രമുള്ള ഉപദേവന്മാരില്ലാത്ത ക്ഷേത്രമാണ്. സർപ്പങ്ങളോ നാഗങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാത്തതാണ്. പിന്നെ വനത്തിന് ഒരുപാട് പ്രത്യേകമുള്ള വനമാണ്. കേരളത്തിൽ 30 ഏക്കർ കൂടുതലുള്ള 4 കാവുകളിൽ ഒന്നാണത്. ഇന്ത്യയിൽ പട്ടണ മധ്യത്തിലുള്ള, അതായത് നഗരസഭയ്ക്ക് അതിർത്തിയിലുള്ള ഏക വനമാണ്. 56 ഏക്കറുണ്ട്. ഈ പ്രദേശത്തെ ജലസ്രോതസ്സുകളുടെ എല്ലാം ഉറവിടം കാവ് തന്നെ. മുൻപ് കാവിനുള്ളിൽ വീഡിയോ ചിത്രീകരിക്കുവാൻ പൊതുജനങ്ങൾക്ക് അനുമതിയുണ്ടായിരുന്നു. എന്നാൽ ഇത് കാവിന്റെ വിശ്വാസത്തെയും ആചാരങ്ങളെയും ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി കാവിനുള്ളിലെ ഫോട്ടോ വീഡിയോ ചിത്രീകരണം ഹൈക്കോടതി നിരോധിച്ചു. എങ്കിലും ഈ പ്രകൃതി ഭംഗി നേരിട്ട് ആസ്വദിക്കാൻ നിരവധിയായ ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. കാവു തീണ്ടരുത് എന്ന് പറഞ്ഞു പഠിപ്പിച്ച നമ്മുടെ പൈതൃകം. അന്ന് അവരത് പറഞ്ഞത് വരും തലമുറകൾക്ക് വേണ്ടി ഇക്കാണുന്ന മരങ്ങളും പച്ചപ്പും കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. ഇതിനെയെല്ലാം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ക്യാമറമാൻ അനന്തു ബി നായർക്കും ലിജുവിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.